അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ പ്രൂഫുള്ള സ്പീച്ചസ് ഉണ്ട്, കുട്ടികളെ കേൾപ്പിക്കണം. സയൻസ് വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. സ്റ്റീഫൻ ഹോക്കിൻസിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. അല്ലാതെ ഭാവിയിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളുണ്ട് ഇയാൾ വിശ്വസിച്ചാളെ ഇങ്ങനെയാണ് വിശ്വസിച്ചാൽ മതി എന്നൊന്നും പറഞ്ഞ കുട്ടികളെ ഇന്റലക്ട് ഒരിക്കലും അതിന് വഴങ്ങില്ല. ഇന്റലക്റ്റായ കുട്ടികൾക്ക് ഇന്റലക്റ്റായ ഫോറം ഉണ്ടാക്കണം. ദാറ്റ് ഈസ് ഇന്റലക്ച്വൽ ഫോറം. ഇത് മതത്തിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മഹല്ലിൽ ഉണ്ടാക്കേണ്ടതാണ്. ഇതേപോലൊരു ഫോറം ഉണ്ടാക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്ത്? ഹാർമണി ഫോറം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന സെമിനാറുകൾ. എന്ത് രസമുണ്ടാവുന്നത്! നിങ്ങളെ പള്ളിമുറ്റത്ത്, നിങ്ങളുടെ മഹല്ലിൻ്റെ കീഴിൽ, ഞാൻ പറഞ്ഞു പോവാണ്, നിങ്ങൾക്ക് എന്നോട് വേണമെങ്കിൽ വിയോജിക്കാം, എല്ലാവരെയും കൂട്ടിയിട്ടൊരു സൗഹൃദ സംഗമം, രസകരമായ തുറന്നു പറച്ചിലുകൾ, നല്ല നല്ല ആൾക്കാർ വന്നിട്ട് സൗഹൃദ ഭാഷണം നടത്തി മനുഷ്യരെല്ലാവരും ഒന്നിച്ച് ജീവിക്കേണ്ടുന്ന ആവശ്യകതകൾ പറഞ്ഞ് മഹല്ലിൻ്റെ അങ്കണത്തിൽ നടക്കട്ടെ. ഹാർമണി ഫോറം ഞാൻ പറയുന്ന മഹല്ലുകളിൽ നിന്നൊക്കെ നടപ്പിലാക്കിയ കാര്യം ഞാൻ പറഞ്ഞു. എന്ത് രസമായിരിക്കും ഹാർമണി ഫോറം. സ്വാമിജിമാർ വരുന്നു, ക്രിസ്ത്യൻ സമൂഹത്തിൽ പാതിരിമാർ വരുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും 1-2 ആൾക്കാർ നിൽക്കുന്നു, രസകരമായി സൗഹാർദ്ദം പറഞ്ഞ്, ഡിബേറ്റ് അല്ല, സൗഹാർദ്ദം പറഞ്ഞ് സുന്ദരമായി പിരിഞ്ഞു പോകും. കാരണം മനുഷ്യരെല്ലാവരും ഒന്നാകണമെന്നും വർഗീയത പാടില്ലെന്നും മഹല്ലിൻ്റെ അങ്കണത്തിൽ എല്ലാ മതസ്ഥരെയും കൂട്ടിയിട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. നിങ്ങൾ എന്നോട് വിയോജിച്ചാലും ഞാനിത് തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തിനാ വിയോജിക്കേണ്ട കാര്യം? ഞാൻ തന്നെയല്ലേ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്, ആണോ അല്ലേ? മക്കം ഫത്ഹ് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അവിടെയുള്ള ജൂതന്മാരോടും അവിടെയുള്ള നസാറാക്കളോടും പറയുന്ന ഒരു വാക്കുണ്ട്. ഉലമാക്കൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ആ വാക്കേ ഞാൻ ഈ പറഞ്ഞുള്ളൂ. എന്നിട്ട് ഈ ക്രിസ്ത്യൻ സമൂഹത്തോട്, അവിടെ നിൽക്കുന്ന ജൂത സമൂഹത്തോട് വിശ്വാസമ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അവിടെ നിൽക്കുന്ന ആളുകളോട്, എൻ്റെ സമൂഹത്തിന് ഞാൻ അമ്ന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ, എൻ്റെ സമൂഹത്തിന് ഞാൻ, ആളുകൾക്ക് അമ്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല നിർഭയത്വം, ആ നിർഭയത്വം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഞാൻ നിർഭയത്വം തരും. ആ നിർഭയത്വമാണ് സത്യത്തിൽ നമ്മൾ ആളുകൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ രാഷ്ട്രീയപരമായ അങ്ങോട്ടിങ്ങോട്ടുള്ള വാഗ്വാദങ്ങളും തർക്കങ്ങളും നടത്തി ആളുകളെ ഭീതിയിൽ നിർത്തലല്ല. മഹല്ലിൽ സ്നേഹമാണ് നടപ്പിലാക്കേണ്ടത്. ആ ഫോറവും നമ്മൾ എന്താക്കണം? നടപ്പിലാക്കണം. പിന്നെ നമ്മുടെ മഹല്ലിൽ, ലാസ്റ്റ് ഘട്ടത്തിൽ പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ, നമ്മുടെ മഹല്ലിൽ നടപ്പിലാക്കേണ്ടത് ഇസ്ലാമികപരമായ, അത് മാഷാ അല്ലാഹ് ഈ ഉലമാക്കൾ അതിന് നേതൃത്വം കൊടുത്തോളും. തൊടിയൊരു ഉസ്താദിനെ പോലെയുള്ള, നേരത്തെ അതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഉസ്താദിനെ പോലെയുള്ള ആളുകൾ അതിന് നേതൃത്വം കൊടുത്താൽ ഒന്നും കൂടി നന്ന് എന്ന് ഒരു അപേക്ഷാപൂർവം പറയുകയാണ്. ഇതൊരു ഉപദേശപൂർവമല്ല. കാരണം ഇഹ്സാനിലേക്ക് ആളുകളെ ഉയർത്തിക്കൊണ്ടുപോകലാണ്. നമ്മുടെ നാടുകളിൽ അധികം ചർച്ചയില്ലാത്തൊരു ഇഹ്സാനുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, മഹല്ലുവാസികളോട്, നേതൃത്വം കൊടുക്കുന്നവരോട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ 5 വക്ത് നിസ്കരിച്ച് പിരിയുന്നതിൻ്റെ പേരല്ല. ഇസ്ലാം അങ്ങനെയാണ്. ഈമാൻ അതിനേക്കാൾ ശക്തമാണ്, ഇഹ്സാൻ അതിനേക്കാൾ മുകളിലാണ്. അതുകൊണ്ട് ഇത് മൂന്നും നമ്മുടെ ആളുകൾ നമ്മൾ പഠിപ്പിക്കണം. എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ? ആ ലോകം നമ്മൾ ആളുകളെ പഠിപ്പിക്കണം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ, അള്ളാഹുവോട് അടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസ്ഥയുടെ പേരാണ് ഇഹ്സാൻ. ഇത് നമ്മുടെ മഹല്ലുകൾ നടപ്പിലാക്കണം. ദക്ഷിണ കേരള ഈ പറയുന്ന സംഘബോധം അത് നടപ്പിലാക്കണം. കാരണം അഹ്ലുസുന്നയുടെ വിശ്വാസം അതാണ്. ഇഹ്സാനിലൂടെയാണ് അഹ്ലുസുന്ന എന്നും ഉയർന്നു പോയിട്ടുള്ളത്. ആ ഇഹ്സാനിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയേ പറ്റൂ. അത് ഉസ്താദുമാർ അവർ നടപ്പിലാക്കുന്നുണ്ട്. നമ്മളൊക്കെയും ഇഹ്സാന്റെ ഭാഗമായിട്ട് ഓരോ ക്ലാസ്സുകൾക്കും അതിൻ്റെതായ ആളുകൾക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇഹ്സാനി ജിന്ദഗിയിലേക്ക് മനുഷ്യന് എത്ര ജീവിതം ഉണ്ടെന്നറിയോ? ഒന്ന് പറഞ്ഞാട്ടെ, എത്ര ജീവിതമുണ്ട്? അതൊന്ന് കൂടെ പറഞ്ഞാൽ നന്നാവും. ഉസ്താദുമാർക്ക് അറിയാട്ടോ. എത്ര ജീവിതമുണ്ട്? 4 പോരാ, എത്ര ഉണ്ട്? താഴെ തട്ടുന്ന വരാം. ഒന്ന് ശൈത്താനി ജിന്ദഗി. എന്താണ് ശൈത്താനി ജിന്ദഗി? ഏറ്റവും താഴെയുള്ളത് ശൈത്താനെ പോലെ ജീവിക്കുക എന്നുള്ളതാണ്. കുറേ ആൾക്കാർ അങ്ങനെ ആയിപ്പോവും, ശൈത്താനെ പോലെ. ശൈത്താന്റെ പ്രത്യേകത, സ്വന്തം തെറ്റ് ചെയ്യും, തെറ്റിന് പ്രേരിപ്പിക്കും, ആ തെറ്റിൽ ഇസ്തിഖാമത്തോടു കൂടി നിൽക്കുകയും ചെയ്യും. അതാണ് ശൈത്താന്റെ രീതി. രണ്ടാമത്തെ ഘട്ടം ഹയവാനി ജിന്ദഗി. എന്താ ഹയവാനി ജിന്ദഗി? മൃഗങ്ങളെപ്പോലെ ജീവിക്കുക. അഥവാ തെറ്റും ചെയ്യും ശരിയും ചെയ്യും. അതാണ് മൃഗങ്ങളുടെ ഒരു രീതി. മനസ്സിലായോ? പക്ഷേ തെറ്റൊരിക്കലും
ആവർത്തിക്കും, പക്ഷെ അതിൽ ഇസ്തിഖാമത്ത് അധികം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കണമെന്നില്ല, അതിലേക്ക് ആളുകളെ ചേർക്കൂല. മൃഗങ്ങൾ സ്വന്തം തെറ്റ് ചെയ്യുന്നല്ലാതെ ആളുകളെ പ്രബോധനം ചെയ്ത് തീർക്കൊന്നുമില്ല. ശൈത്താൻ പ്രബോധനം ചെയ്ത് ചേർക്കും. അത് ഹൈവാനി ജിന്ദഗി. അതിൽപ്പെട്ട ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഞാനടക്കമുള്ളവരുണ്ടാകണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻസാനി ജിന്ദഗി. ഇൻസാനി ജിന്ദഗി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ ജീവിക്കലാണ്, അഥവാ മനുഷ്യരോട് നന്മയുള്ള, കരുണയുള്ള, ദയയുള്ള ആളായി ജീവിക്കാം. ബട്ട് there is no Islam, there is no ഈമാൻ. ഈമാൻ ഇസ്ലാം ഒന്നുമില്ല. പക്ഷെ എന്തുണ്ട്? മനുഷ്യനാണ്. മനുഷ്യത്വം വേണമെന്നറിയില്ല ചില ആൾക്കാർ. അതിനു മേലാണ് ഈമാനി ജിന്ദഗി. എന്താ ഈമാനി ജിന്ദഗി? ഈമാനി ജിന്ദഗി വിശ്വാസപരമായ ജീവിതം. അതിനു മുകളിലാണ് ഇഹ്സാനി ജിന്ദഗി. ഇപ്പൊ എത്രണ്ണായി? ഒന്നും കൂടി എണ്ണി. നമ്മളൊന്ന് പഠിക്കാൻ ഒന്നിച്ചിട്ട് ഉസ്താദ്മാർക്കൊക്കെ അറിയട്ടെ. ഞാൻ പറഞ്ഞേ എത്രണ്ണായി? ശൈത്താനി ജിന്ദഗി, ഹൈവാനി ജിന്ദഗി, ഇൻസാനി ജിന്ദഗി, അതിൻ്റെ ഇടയിൽ ഒന്നുണ്ട് ഇസ്ലാമി ജിന്ദഗി, ഈമാനി ജിന്ദഗി, ഇഹ്സാനി ജിന്ദഗി. മനുഷ്യൻ ആദ്യം മുസ്ലിമാകുന്നു, കലിമയല്ലി മുസ്ലിമാകുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഈമാനിലേക്ക് കയറുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ ഇഹ്സാനിലേക്ക് കയറുന്നു. ഇതൊക്കെ നടപ്പിലാക്കേണ്ടുന്ന ഇടത്തിൻ്റെ പേരാണ് മഹല്ല്. ഇതിൻ്റെ പേരാണ് മഹല്ല്. മഹല്ല് എന്ന് പറഞ്ഞാൽ കേവലം നമ്മൾ ആകേണ്ടതല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരോടും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ സ്വന്തം ജീവിതത്തിൽ വെറും സ്ഥാനമായിട്ട് പോണോ, അതോ മരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ മഹല്ലിലൂടെ നമ്മുടെ മയ്യത്ത്, നമ്മുടെ ജമാഅത്തിലൂടെ മയ്യത്ത് ഇങ്ങനെ വഹിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ഓരോ മനുഷ്യരും, അവിടുത്തെ പൊടിപടലങ്ങൾ പോലും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന അവസ്ഥയിൽ ഈ മനുഷ്യനെ പോലെ എന്നാണ് ഇവിടെ ഇനി ഒരാളുണ്ടാവുക എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളാകണോ? ഏതാ വേണ്ടത്? നിങ്ങൾ പറയും. ഏതാ വേണ്ടേ? രണ്ടാമത് വേണോ വേണ്ടേ? ആ രണ്ടാമത് വേണമെങ്കിൽ നമ്മൾ നമുക്കല്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം നമ്മളെ കുടുംബത്തിൽ ചില ആൾക്കാരുണ്ട്, സ്ത്രീകൾ എന്താക്കും? ഭർത്താക്കന്മാരായ നമ്മളെ അടിമയാക്കി ആ അടിമയുടെ അടിമയായിട്ട് ജീവിക്കും. മനസ്സിലായോ? പുരുഷന്മാരെ കുടുംബത്തിലേക്ക് ഒതുക്കി ആ സാധു ഭാര്യൻ്റെ അടിമയായി. നിങ്ങളാരും അങ്ങനെ ഇല്ല കേട്ടോ, നിങ്ങളെ പറ്റിയല്ല പറഞ്ഞത്. ഭാര്യൻ്റെ അടിമയായി പിന്നെ ആ ഭാര്യ ഈ അടിമയുടെ ഭാര്യയായിട്ട് ജീവിക്കും. എന്നാൽ ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ ആദരിച്ച് ബഹുമാനിച്ച് രാജാക്കന്മാരായി ഉയർത്തും. എന്നിട്ട് ആ രാജാവിൻ്റെ രാജ്ഞിയായിട്ട് ജീവിക്കും. ഇത് പെണ്ണുങ്ങളോട് പറയേണ്ട വാക്കാണ്, നമ്മളോട് പറയേണ്ട കാര്യമില്ല. ഭർത്താക്കന്മാരെ വാഴിച്ച് ഉയർത്തി കൊണ്ടുപോയിട്ട് ഒരു രാജാവിനെ പോലെ വെക്കും. എന്നിട്ട് ആ രാജാവിൻ്റെ രാജ്ഞിയായിട്ട് ജീവിക്കും. രണ്ട് രീതിയിലും പെണ്ണുങ്ങൾക്ക് ജീവിക്കാം. ഇതേമാതിരി നമ്മൾ ആണുങ്ങൾ ഒതുങ്ങി നമ്മുടെ വീട്ടിലെ ഒരാളായിട്ട് ജീവിക്കും. ഭാര്യ പറഞ്ഞിടത്ത് പോവുക, മീൻ വാങ്ങാൻ പോവുക, പച്ചക്കറി വാങ്ങാൻ പോവുക, അതൊക്കെ വേണട്ടോ, ഇല്ലാന്നല്ല. വേണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, കുട്ടികളെ സ്കൂള്, മദ്രസ, അതിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞു. എന്നിട്ട് മരിച്ചു പോകുമ്പോൾ ആരാ കരയാണ്ടാവുക? ഈ ഭാര്യയും കുട്ടികളും. കുട്ടികളെ കയ്യിൽ മൊബൈൽ എടുത്തപ്പോൾ കരഞ്ഞോളൊന്നുമില്ല. ഓൻ ചിലപ്പം അതിൽ സെൽഫി എടുത്തിട്ട് ഇങ്ങനെ നടക്കും. എൻ്റെ ഉപ്പ മരിച്ചു എന്നും പറഞ്ഞു. ഇപ്പോൾ പോയടാ, അത് കഴിഞ്ഞു, അങ്ങനെ പറയും കുട്ടികളോട്. അങ്ങനെയല്ല ഇപ്പോൾ ന്യൂജൻ്റെ വർത്താനം. ഇപ്പോൾ പോയി നല്ല കരച്ചിലല്ല, അപ്പോൾ പോയി അങ്ങനെ പറയും. നേരെ മറിച്ചിട്ട് ഒരു സമൂഹം, നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കരയാൻ ഒരുപാട് ആളുകളുണ്ടാവും, ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടാകണം. നമ്മൾ സ്വയം ഹാഫിളീങ്ങളല്ലെങ്കിൽ പോലും നമ്മുടെ വാക്കുകൊണ്ട് ഹാഫിളീങ്ങളായ നൂറുകണക്കിന് കുട്ടികളുണ്ടാകണം. അവരെ നാളെ മഹ്ശറ വൻസഭയിൽ അല്ലാഹു ആദരിക്കും. ആ കുട്ടി വിളിച്ചു പറയും, ഇയാളുടെ വാക്ക് കേട്ടിട്ടാണ് അല്ലാഹുവേ ഞാൻ ഹാഫിളായത് എന്ന്. അയാൾ സ്വന്തം ഹാഫിൾ അല്ലെങ്കിൽ പോലും അയാൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കുന്ന ആളുകളായി നമ്മൾ മാറണം. ഇനി നമ്മുടെ മഹലിലേക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ മഹലിൽ പള്ളി നടക്കുന്നു, മദ്രസ നടക്കുന്നു, മാഷാ അല്ലാഹ് നമ്മളൊക്കെ അതിൻ്റെ നേതാക്കന്മാരായിട്ട് നടക്കുന്നു. അൽഹംദുലില്ലാഹ് ഖൈർ. നമ്മൾ ചുരുക്കം ചില സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക. അവിടെ ഇൻഷാ അല്ലാഹ് ഒരു എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ സെല്ലുണ്ടാക്കാൻ തീരുമാനിക്കുന്ന ആൾക്കാരൊന്ന് കൈപൊക്കട്ടെ. ചെറുതൊന്നും പോരാ, ഒന്ന് ഉഷാറായിട്ടൊന്ന് കൈപൊക്കാട്ടെ ഇൻഷാ അല്ലാഹ്. ഉറപ്പല്ലേ? ഒന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞാണ്. ഇൻഷാ അല്ലാഹ് എന്തൊക്കെയായാലും നടപ്പിലാക്കേണ്ടതെന്ന് അറിയോ? എന്തൊക്കെ നടപ്പിലാക്കണ്ടേ? ഒന്ന്, കുട്ടികൾക്കുള്ള ടെസ്റ്റുകൾ നടത്താം. എന്താ ടെസ്റ്റുകളുടെ പേര്? ഡാറ്റ്
ടെസ്റ്റ്. എന്താണ് ഇത്? കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് കിട്ടും. IIT-ക്കാർ ഡിസൈൻ ചെയ്ത ഡാറ്റ കിട്ടും. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഉസ്താദ് ചിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പൊ നമ്മളെങ്ങനെ നടപ്പിലാക്കാൻ പറ്റൂലേ? ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടികളെ ഇങ്ങനെ ആക്കിയാലേ മഹലിന്റെ ആൾക്കാരായിട്ട് ഇവർ മാറുള്ളൂ. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ മഹല്ല് കമ്മിറ്റിക്ക് എതിരും, അല്ലെങ്കിൽ അങ്ങനാണ്ട് പോയി ജോലിക്കാരൊക്കെ അങ്ങനാണ്ട് പോയി മഹല്ല് കമ്മിറ്റി നടത്താൻ കുറച്ച് ആൾക്കാരുണ്ടായിക്കോട്ടെ, നമുക്കാകെ കല്യാണം നടക്കണം, അതിനെന്താക്കണം, നിങ്ങളെ ഒരു ഒപ്പ് കിട്ടണം, അതിനാകെ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടണം, ബാക്കിയൊക്കെ അസ്സലാമു അലൈക്കും. ഈ അവസ്ഥയിലാകും. നേരെ മറിച്ചിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കണം. 1. നമ്പർ 2, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് സെന്റർ തുടങ്ങാൻ വേണ്ടി. സെന്റർ ഒന്നും തുടങ്ങണ്ട, ഇടയ്ക്കൊരു ക്ലാസ് വെക്കാൻ വേണ്ടി തീരുമാനിച്ചൂടെ? എന്താ അതിൻ്റെ അർത്ഥം? പെൺകുട്ടികളുടെ ജീവിതം എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് ഭാവിയിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്. ഒരു ഇഷ്യൂ വന്നാൽ, ചായ പിന്നെ കൊടുക്കട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക, കുട്ടിയോട് കുടിച്ചോളി, ഇപ്പൊ കൊടുക്കണ്ട, ഇത് വളരെ ശ്രദ്ധിച്ചോളി. ഒരു പെൺകുട്ടിയുടെ ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കുക, പ്രീ മാരിറ്റൽ കൗൺസിലിംഗിൽ അറ്റ്ലീസ്റ്റ് കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ശ്രദ്ധിക്കണേ. ഇവിടെ ഒരു വൃത്തം വരച്ചു കൊടുക്കുക, എന്നിട്ട് ആ വൃത്തത്തിൽ ഇവളെ നിർത്തണ്ട, അവിടെ മനസ്സവിടെ നിർത്തുക. എന്നിട്ട് പറയാ, നിന്റെ സംസ്കാരം, നിന്റെ രീതി, നിന്റെ വാപ്പ ഉമ്മ നിന്നെ പഠിപ്പിച്ചത് ഇതൊക്കെയാണ്, നിന്റെ പെർസെപ്ഷൻ, നിന്റെ ഒപ്പീനിയൻ, നിന്റെ ബിലീഫ് സിസ്റ്റം, നിന്റെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഇതാണ്. അവിടെ നിന്നുകൊണ്ട് നീ ഇവനെ ഭരിക്കാൻ നിൽക്കരുത്. അവന്റെ വേറൊരു ലോകമാണ്. അതുകൊണ്ട് അവന്റെ പെർസെപ്ഷൻ വേറെ, അവന്റെ ഒപ്പീനിയൻ വേറെ, അവന്റെ ബിലീഫ് സിസ്റ്റം വേറെ. അതുകൊണ്ട് നീ എന്താക്കണം? ഇവന്റെ ലോകത്തിലേക്ക് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പൊ പകുതി നീ ഇങ്ങോട്ട് വരണം മോനെ, പകുതി നീ ഇങ്ങോട്ടും വരണം. എന്നിട്ട് പുതിയൊരു കൾച്ചർ ഉണ്ടാക്കണം. ഇവൾ കുറച്ച് ദേഷ്യക്കാരിയാണ്. ആ ദേഷ്യം വരുന്ന സമയത്ത് നീ ഇന്നതാണ് മോനെ ചെയ്യേണ്ടത്, മോളെ ഇവൻ കുറച്ച് ഇങ്ങനെയാണ്, ആ സമയത്ത് ഇങ്ങനെയാണ് നീ ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അങ്ങനെ ഈ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വിട്ടുകൊണ്ടിരിക്കും. തലാഖിനേക്കാൾ കൂടുതൽ ഇനിയുള്ള കാലത്ത് ഫസ്കാണ് വരാൻ പോണത്. ആണിനെ പെണ്ണൊഴിവാക്കുന്ന കാലഘട്ടം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അത് വരാതിരിക്കാൻ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് സെന്ററുകളും ഇൻഷാ അല്ലാഹ് മഹല്ലിൽ വലിയ ചെലവൊന്നുമില്ല. മാസത്തിൽ ഒരാളെ കൊണ്ടുവന്നിട്ട് ഒരാൾക്ക് ആൾക്കാർക്ക് ക്ലാസ് കൊടുക്കുകയും കൗൺസിലിംഗ് ഡെസ്കിലെ കാര്യങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യിക്കാൻ ആരൊക്കെ താല്പര്യമുണ്ട് ഒന്ന് കൈപൊക്കിയാട്ടെ. ഇത് മഹല്ലിൽ നടപ്പിലാക്കണം എന്നുള്ളൊരു തയ്യാറല്ലേ? ഓർക്കല്ലേ? അതല്ല വേഗം ചായ കുടിക്കണം എന്ന് വിചാരിച്ചുള്ള കൈപൊക്കലല്ലോ. എന്നാ മൂന്നാമത്തത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. മൂന്നാമത്തെ എന്താണെന്നറിയോ? ഇതിനേക്കാളും കുറച്ചും കൂടി ശക്തമായതാണ്. മദ്രസയിൽ 5ാം ക്ലാസ്സോട് കൂടിയിട്ട് പരിപാടിയൊക്കെ കുട്ടികൾ നിർത്തിവെച്ചു. അഷ്ഹദത്ത് സഫുൽ ഖാമിസ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റും കിട്ടി, കുട്ടിയുടെ പൂരാണ്. അതോടുകൂടി ഞാനെന്തോ വലിയ ആളായി എന്നാണ്. അത് കിട്ടുന്നത് 10ാമത്തെ വയസ്സിലുമാണ്. 10 വയസ്സിനുള്ള അവൻ എന്തൊക്കെയോ പഠിച്ചു, എന്തൊക്കെയോ കാര്യമായിട്ട് തലയ്ക്ക് കയറാതെയായി. കുറച്ച് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോകാൻ തുടങ്ങി. അവിടെ പോകുമ്പോൾ ലിറ്ററേച്ചറിന്റെ സാറ് വന്നിട്ട് പറയും, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ സാറ് വന്നിട്ട് പറയും, എന്ത് റെയ്നയുടെ കഥ, അതേമാതിരി തന്നെ ഒഥല്ലോയിലെ കഥ, അതേമാതിരി ഡെസ്റ്റിമോണയുടെ കഥ, ഇതെല്ലാം കൂടി കേട്ടിട്ട് കുട്ടിക്ക് തോന്നും, അത് ശരി ഇവരൊക്കെ ഇങ്ങനെയായിരുന്നല്ലേ, വെസ്റ്റേൺ ആൾക്കാരൊക്കെ നല്ല ഉഷാറായിട്ടല്ലേ ജീവിച്ചത്, ഞാൻ ഈ മൊയ്ലിയാരെ കൂടെ കൂടിയിട്ട് ആകെ മദ്രസയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന് ഇന്നർ കിട്ടിക്കൽ കുട്ടി ചിന്തിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ദീന് പഠിപ്പിക്കേണ്ടെന്ന് ആവശ്യം വരിക. കാരണം എത്രയും സുന്ദരമായി ജീവിച്ചിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള ഹിസ്റ്ററികൾ, ലോകത്തിൻ്റെ സമാധാനപരമായ ജീവിതത്തിൻ്റെ കഥകൾ, ലോകത്തിൻ്റെ 2 ചരിത്രങ്ങളെ ഉള്ളൂ എന്നത്, ഒന്ന് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചവർ, ഒന്ന് അള്ളാഹുവിനെ പിരിഞ്ഞ് ജീവിച്ചവർ, അഥവാ അള്ളാഹുവിലേക്ക് പോകാതെ ജീവിച്ചവർ, എല്ലാവരും തകർന്നടിഞ്ഞ കഥ, എല്ലാ ആളുകളെയും സംസ്കരിച്ച കഥ, ഫിറഔൻ ഒരിക്കൽ അഹങ്കരിച്ച കഥ, ആ ഫിറഔനെ പിന്നീട് അവസാനം ഞാനിതാ ഈ പറയുന്ന അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കഥ, അത് കാണാൻ പറ്റുമെങ്കിൽ നീ ഈജിപ്തിൽ പോ, മ്യൂസിയത്തിൽ പോ, ഇന്നും അതാ കിടക്കുന്ന അവിടെ റാംസസ് 2ാമന്റെ മയ്യത്തെന്ന് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവൻ യാത്രയിൽ ഈജിപ്തിലെ മ്യൂസിയത്തിൽ പോയി റാംസസ് 2ാമന്റെ അഥവാ 3000 കൊല്ലത്തോളം കടലിൽ ജീർണിക്കാതെ കിടന്ന മയ്യത്തിനെ അവൻ കണ്ണോടുകൂടി കാണണം. നിങ്ങളുടെ മയ്യത്ത് അഥവാ ഈ കാണുന്നതൊക്കെയും തകർന്നു പോകുമെന്നും ഒരാളുടേത് ഞാൻ മിച്ചം വെക്കുമെന്നും ആ ആളുടെ മയ്യത്തിനെ നിങ്ങൾക്ക് ഞാനൊരു ദൃഷ്ടാന്തമാക്കി വെക്കുമെന്നും അത് ഫറോവയുടേതാണ് എന്നും വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതേ ആളിൻ്റെതെന്ന് പറയുന്നത് നമ്മളല്ല. ഈ കാണുന്ന ആധുനിക കാലഘട്ടത്തിൽ സയന്റിസ്റ്റുകൾ അതിനെ വിധി എഴുതുമ്പോൾ കുട്ടി അങ്ങനെ പഠിക്കണം. അതിനുവേണ്ടി മദ്രസ സിസ്റ്റത്തിന് ശേഷം കുട്ടികളെ ദീന് പഠിപ്പിക്കുന്ന, വീണ്ടും ദീന് പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന വിശാല കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു നല്ല അത് നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മഹല്ല് വിചാരിച്ചാൽ നടപ്പിലാക്കാൻ പറ്റും. ഒരു ഹാൾ ഉണ്ടാക്കിയാൽ മദ്രസന്റെ ഹാളില് സ്ത്രീകൾക്ക് വേണ്ടി ഒരു ദിവസം, യുവാക്കൾക്ക് വേണ്ടി ഒരു ദിവസം, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ദിവസം, സീനിയർ മദ്രസ എന്ന്
എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. കാരണം മാസത്തിൽ ഒരിക്കലെങ്കിലും നല്ല ക്ലാസ്സുകൾ അവർക്ക് കിട്ടണം. അതിന് സീനിയർ മദ്രസ എന്ന് നിങ്ങൾ പേര് കൊടുത്തോളൂ. സാധാരണ മദ്രസ പോലെ ഡെയിലി പോകേണ്ടതല്ല. അവർക്ക് നല്ല ക്ലാസ്സുകൾ കൊടുത്ത് അതിമനോഹരമായി സീനിയർ മദ്രസകൾ നടക്കണം. അതിൽ കോഴ്സുകൾ കൊടുത്ത് എഴുതിപ്പിച്ച് പരീക്ഷ ഒന്നും എഴുതിപ്പിക്കാൻ നിൽക്കണ്ട. പക്ഷെ നോട്ട്സും അതിൻ്റെ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. വേണ്ടി വന്നാൽ ചില കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഫറോവയുടെ കാര്യം പറയുമ്പോൾ, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാൻ. ഫറോവയുടെ കാര്യം പറയുമ്പോൾ ആ മ്യൂസിയത്തിൽ ഫിറഔന്റെ ജഡം കിടക്കുന്നതും അതിന് സയന്റിസ്റ്റുകൾ കൊടുത്ത വിശദീകരണവും നെറ്റിൽ നിന്ന് എടുത്തിട്ട് ഉസ്താദുമാരും കൂടി ഒന്ന് സഹകരിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഇന്ന് ആളുകളെ വിഷ്വൽ കൂടിയ ഒരു കാലഘട്ടമാണ്. തൊടിയൊരു ഉസ്താദ് ക്ഷമിക്കണേ, കാരണം വിഷ്വൽ കൂടിയ ഒരു കാലഘട്ടമാണ്. എല്ലാ കുട്ടികളും ഇപ്പോൾ തോണ്ടിക്കൊണ്ടിരിക്കുക, എപ്പോഴും മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ വാക്കോഗ് എന്ന് പറയുന്ന ഒരു സാധനം, എന്താ വാക്കോഗ്? വിഷ്വൽ ഓഡിറ്ററി കിനസ്തെറ്റിക് എന്ന് പറയുന്ന ഓൾഫാക്ടറി ഗസ്റ്റേറ്ററി, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ. അതിലിപ്പോൾ ഒരു ഇന്ദ്രിയം കൂടി അതിൻ്റെ കാഴ്ച അടുത്ത് നഷ്ടപ്പെടാൻ പോവുകയാണ്. അതേതാ ഇന്ദ്രിയം? കണ്ണ് എന്ന് പറഞ്ഞത്. ഇപ്പൊ കേൾവി കുറെ നേരം കേൾക്കാനൊന്നും ആൾക്കാർക്ക് പറ്റില്ല. ഇത് കാണല് നേരം പോലത്തെ വൈകുന്നേരം വരെ ആയാലും കുഴപ്പമില്ല. അപ്പൊ കാലിബ്രേഷൻ നടക്കുന്നു. കാലിബ്രേഷൻ നടന്ന് വിഷ്വൽ കൂടുന്നു. അതുകൊണ്ട് സീനിയർ മദ്രസയിൽ ഹിസ്റ്ററി പറയുമ്പോൾ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ, ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തെക്കുറിച്ച് പറയുമ്പോൾ, അത് ഇന്നും ഇന്ന പ്രദേശത്ത് ഇരിക്കുന്നു എന്ന് നല്ല ആർട്ടിക്കിൾ വെച്ചുകൊണ്ട് അതിന്റെ മൂവി പ്രദർശിപ്പിച്ചേക്കണം. ഞാൻ പറയുന്നത് സിനിമ പോലെ കാണിക്കാനല്ല. ലോക ചരിത്രം പറയുമ്പോൾ ആ ലോക ചരിത്രത്തിലായി ഇപ്പൊ ഇന്നടത്താണെന്ന്, അത് ഇപ്പൊ ഇന്നടത്താണ് നടപ്പിലാക്കുന്നത് എന്ന്. അതിനാണ് ഞാൻ പറഞ്ഞത് ഇന്റലക്ച്വൽ ഫോറം വേണമെന്ന് പറയുന്നത് ഇവിടെയാണ്. അഥവാ 5ാം വയസ്സിൽ നിർത്തിയ മദ്രസയെ വീണ്ടും അതിൻ്റെ അപ്പുറത്തേക്ക് മരണം വരെയുള്ള മദ്രസയായി കൊണ്ടുപോകാനുള്ള അതിശക്തമായ ഇന്റലക്ച്വൽ ഫോറം വർക്ക് ചെയ്യണം. അപ്പോഴേ കുട്ടികൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. എന്നിട്ട് പ്രസവത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ, അതേപോലെ തന്നെ വയറ്റിലെ കുട്ടിയുടെ ഗർഭാശയത്തിൻ്റെ കാര്യം പറയുമ്പോൾ, നിങ്ങളുടെ മഹലിൽ ഒരു ഡോക്ടർ വന്നില്ലെങ്കിൽ അടുത്ത മഹലിൽ നിന്ന് വിളിച്ചിട്ടുള്ള ഡോക്ടർ വന്നിട്ട് എന്താണ് എംബ്രിയോളജി എന്നതിനെ കുറിച്ചിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കണം. എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ എന്താണ് ഈ പറഞ്ഞത് എന്നതിനെ കുറിച്ച് പറയണം. അല്ലാതെ പിന്നെ ഉസ്താദുമാര് മാഷാ അല്ലാഹ് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നു, പക്ഷേ ഒരു ഡോക്ടർ വന്നിട്ട് വിശദീകരിച്ച് കൊടുക്കുന്നത് പോലെ ഈ സാധനം മറ്റവർക്ക് തിരിഞ്ഞോളണമെന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാണ്. ഒരു IIT-നെ കൊണ്ടുവന്നിട്ട്, ഫോർ എക്സാമ്പിൾ, എന്നോടൊരു കുട്ടി ചോദിച്ചു, എന്നോടൊരു കുട്ടി ചോദിച്ചു, ഈ ഫോഴ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ? അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. എനർജി എന്ന് പറഞ്ഞത് പുറത്ത് നിന്നാൽ ഉള്ളിൽ ഫോഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല. ഫോഴ്സ് നിൽക്കേണ്ടത് പുറത്താണ്. അതുകൊണ്ട് സയൻസ് പുറത്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞത്. ഈ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കണമെങ്കിൽ ഫോഴ്സ് പുറത്തായിരിക്കണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തത്, കാറ് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ആ കാറിൻ്റെ ഉള്ളിലിരുന്ന് കണ്ട് തള്ളിയാൽ കാറ് മുന്നോട്ട് പോകില്ല. അതിൽ നിന്ന് ഇറങ്ങിയിട്ട് കാറിനെ പുറത്തുനിന്ന് തള്ളണം. ദാറ്റ് ഈസ് ഫോഴ്സ്. അതുകൊണ്ടാണ് സയൻസ് പറയുന്നത് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഈ കാണുന്ന ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ, ആ സൂര്യൻ ഏറ്റവും ചെറിയ നക്ഷത്രമാണെന്ന് സയൻസ്. ആ നക്ഷത്രങ്ങളെല്ലാം ഏറ്റവും വലിയ നക്ഷത്രങ്ങളാണെന്നും സയൻസ്. അങ്ങനെ അതിനെ ടോപ്പോസ്ഫിയർ എന്നും പല സ്ഫിയറാക്കിയിട്ട് തിരിക്കുന്നു. അത് നമ്മൾ ലാഹൂത്ത്, ജബറൂത്ത്, മലക്കൂത്ത്, അലമൂത്ത്, ആലമുൽ അംർ, ആലം മിസാൽ, മലഉൽ അല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപിക്കുന്ന ഓരോ സയൻസും ഉണ്ടല്ലോ, അവിടെ കാണുന്ന ഓരോ പ്രപഞ്ചത്തിലും അതിന് ഇന്നാലഹു ലമൂസിഊൻ, ഞാനല്ലയോ അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖദീറുൽ അസീസുൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. സ്വിമ്മിംഗ് മോഷൻ എന്താണ്? ഈ കാണുന്ന സ്വിമ്മിംഗ് മോഷൻ, അതിന്റെ റിതം എന്താണ്? അതിനെക്കുറിച്ച് ഫിസിക്സ് എന്ത് പറയുന്നു? അതിന് ഫിസിക്സിൽ ഡോക്ടറേറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരാൾ വന്ന് പറയണം. അല്ലാതെ ഈ വന്ന് ഒരിക്കലും ഫിസിക്സ് അധികം പഠിക്കാത്ത കണ്ടമുറിയാൻ ഫിസിക്സ് ആയിട്ട് വന്നിട്ട് കുട്ടികളെ കൺഫ്യൂഷൻ ആക്കുന്ന ഏതെങ്കിലും ഒരു ഫിസിക്സ് വായിച്ചു പഠിക്കുന്ന ഒരാളായി മാറരുത്. ഫിസിക്സിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളുകളുടെ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. ഇനി അത് നിങ്ങൾക്ക് അവൈലബിൾ അല്ലേ? യൂറോപ്പിലുള്ള ഒരുപാട് ആളുകളെ, ഷെയ്ഖ് യാസീൻ ഖാലിദിനെ പോലെയുള്ള ആളുകൾ, അതേമാതിരി തന്നെ ഒരുപാട് ആളുകളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കും. അതിട്ട് കൊടുത്താൽ മതി. അവരിൽ പല ആൾക്കാരും അൽ-അസ്ഹർ പഠിച്ചവരാണ്, അവർ പല ആൾക്കാരും ഹാർവാർഡിൽ പഠിച്ചവരാണ്, ഓക്സ്ഫോർഡിൽ പഠിച്ചവരാണ്, ടെക്സസിൽ പഠിച്ചവരാണ്. അവിടെ സയൻസ് കേട്ട് നമ്മുടെ കുട്ടികൾ വളരണം. നിങ്ങൾക്കിത് എത്രത്തോളം കേൾക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ ചെയ്തില്ല എങ്കിൽ അടുത്ത തലമുറയെ പിടിച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല. എത്ര കോൺഫിഡൻസ് കൂടുന്നത്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കാറ്.
നമ്മളെ പ്രസംഗം മാത്രം കേട്ട് നമ്മളെ കുട്ടികൾക്ക് അല്പം കോൺഫിഡൻസ് ഉണ്ടാവണം. ലോകത്തിൽ ഏറ്റവും ടോപ്പ് ഇതിൻ്റെ പ്രഭാഷകരുണ്ട്, സയൻസ് കൈകാര്യം ചെയ്യുന്ന സയൻറ്റിസ്റ്റുകളുണ്ട്, അവർ ഇസ്ലാമിനെ അതിമനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണം നമ്മുടെ കുട്ടികളെ കേൾപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഇൻ്റലക്ച്വൽ ഫോറം ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. മൂന്നാമത്തത് ഹാർമണി ഫോറം. ഈ ഇൻ്റലക്ച്വൽ ഫോറം ഉണ്ടാക്കാൻ ആരൊക്കെ തയ്യാറുണ്ടെന്ന് കൈവയ്ക്കട്ടെ. അത് കുറച്ച് പണിയാണ് അല്ലേ? അത് കൈവക്കാത്ത അധികം പണിയൊന്നുമില്ല. മാസത്തിലൊരു ക്ലാസ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹലിലേക്ക് വെച്ചിട്ടൊന്ന് ഉഷാറാക്കിക്കൂടെ? ഒന്ന് ഉഷാറായിട്ടൊന്ന് കൈവയ്ക്കട്ടെ, ഒന്ന് നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് തയ്യാറല്ല? ഇൻഷാ അല്ലാഹ് അതിൽ വിദ്യാർത്ഥികൾ ഉണ്ടാക്കണം, ഡോക്ടേഴ്സ് ഉണ്ടാക്കണം, അവിടെ ഡിബേറ്റ്സ് ഉണ്ടാക്കണം. ഞാൻ മഹലിലെ ഭാവിയിൽ മുന്നോട്ട് പോകാൻ ഇതിപ്പോൾ എന്താ കഥ എന്നറിയോ? ചില രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെയാണ്. അവരുടെ ആശയങ്ങൾ പണ്ടുണ്ടായതാവും, കുറേ കൊല്ലങ്ങളായിട്ട് നമ്മൾ ഉന്തി തള്ളി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവും. ഞാനിപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം ലീഗിനെ പറയാം. അവരിപ്പോൾ പറഞ്ഞുകൊണ്ട് ഇന്ന അതിനെ കുറ്റപ്പെടുത്തൊന്നുമില്ല. മുസ്ലിം ലീഗ് പറയുമ്പോൾ ഞാൻ വേഗം ആരിലേക്ക് പോകും? കായികമില്ലത്തിനെ പറ്റി പറയും, CH പറ്റി പറയും, സിയാബ് തങ്ങളെ പറ്റി പറയും, ഉമർ അലി തങ്ങളെ പറ്റി ഇങ്ങനെ പറയും. ഇന്നത്തെ കാലത്തെ ആൾക്കാർ ചിലപ്പോൾ ഞാൻ സ്വാതന്ത്ര്യം കൂടിയാണ്ട് ലീഗിനെ പറഞ്ഞു കേട്ടോ. ഇതേമാതിരി മാർക്സിസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പഴയ കാലത്ത് EMS അത് ചെയ്തു, മറ്റൊരു ഇത് ചെയ്തു, ഇത് ചെയ്തു. ഇന്നത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നത് കാര്യമായിട്ട് പറയണ്ടാവില്ല. അവസാനം നമ്മളെ മഹലിൻ്റെ കഥ എന്തായിരിക്കും? ഇങ്ങനെ തന്നെ ആയിരിക്കും. പണ്ട് കടക്കൽ അബ്ദുൽ അസീസ് മൗലവി സാബ് ഉണ്ടായിരുന്നെന്ന് അങ്ങനെ ഉണ്ടായിരുന്നു, തൊടിയൊരു ഉസ്താദ് എന്ന അധ്യക്ഷനായിരുന്നു, അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ ഭാവിയിൽ നമ്മൾ പറയും. നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മളും കൂടി ഉൾപ്പെട്ടതായിരിക്കണം. അപ്പൊ എവിടെയാണോ ചെയ്തു വെച്ചത് അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യുന്നവരും ആയിരിക്കണം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും നമ്മുടെ മഹല്ലില് എപ്പോഴും നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങളെ ശക്തവത്തായി ഇതിനെന്താ ചെയ്യേണ്ടത്? വിദ്യാർത്ഥികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് ആ വിദ്യാർത്ഥികൾക്ക് അതാണ് വിട്ടുകൊടുക്കണം. അല്ലാതെ മീറ്റിംഗ് നമുക്ക് കൂടാട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ഒരാൾ വിദ്യാർത്ഥികളെ കൂട്ടില്ല, സംസാരിക്കില്ല. അവരോട് അസൈൻമെന്റ് തരാൻ പറയാ, അവരോട് പ്രൊജക്റ്റ് തരാൻ പറയാ, നിങ്ങളെങ്ങനെ ഉദ്ദേശിക്കണമെന്ന് പറയാ, എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഗേൾസ് മൂവ്മെന്റ് ഉണ്ടാക്കുക, അതിമനോഹരമായി പെൺകുട്ടികൾ സംവദിക്കുമ്പോൾ നല്ല ഇതുണ്ടാകും. അതിൽ പെൺകുട്ടികൾ തന്നെ നേതൃത്വം കൊടുക്കട്ടെ. അങ്ങനെ എന്ത് ചെയ്യുക? അവരെ വിങ്ങാക്കുക. പറ്റുമെങ്കിൽ ചെയ്താൽ മതി, അതൊന്നും വിവാദത്തിലേക്ക് പോകണ്ട. പക്ഷെ അച്ചടക്കത്തോടു കൂടി ഇത് നടപ്പിലാക്കുന്ന മഹല്ലുകളുണ്ട്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇന്റലക്ച്വൽ ഫോറത്തിന്റെ ആളുകളുണ്ട്, ആവർത്തിച്ചു പറയുന്നു. ഇങ്ങനെ നിങ്ങൾ ഓരോ സ്ഥലത്തും നടപ്പിലാക്കണം. നമ്മുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടതാണ്. ചെറിയ കുട്ടികളുടെ ഫോറം പറഞ്ഞു. ഇതേപോലെ രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. നമ്മൾ പ്രായം ചെന്ന ആൾക്കാരെ വയോജനങ്ങൾ എന്ന് പറഞ്ഞവർക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? മഹല്ലെന്താ ചെയ്യുന്നത്? പ്രത്യേകത ചെയ്യുന്നില്ല, ഒന്നും ചെയ്യണില്ല അല്ലേ? അത് കുറച്ചൊരു പൈസ ചെലവാക്കിയാലും വേണ്ടിയില്ല. നമ്മൾ ചെയ്യുന്നൊരു പണി ഒരു പരിപാടിയില്ല. 65 വയസ്സ് 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ട്രിപ്പ് കൊണ്ടുപോകാം. കേൾക്കുന്നുണ്ടോ? ഒരു യാത്ര, ഒരു ട്രിപ്പ്, ഒരു യാത്ര. ആ യാത്ര നിങ്ങൾ പിന്നെ ഇപ്പോൾ വയനാട് ഇപ്പം അങ്ങനെ എടുക്കുകയാണ്, അങ്ങോട്ട് പോകണമെന്നില്ല. നിങ്ങൾ ഈ പരിസരത്ത് എടുക്കെങ്കിലും. ഞാൻ ഒരിക്കൽ വയനാട്ടിലേക്കും കൊണ്ടുപോയി, ഒരിക്കൽ എറണാകുളത്തേക്കും കൊണ്ടുപോയി. അതിന് എറണാകുളം ആദ്യമായിട്ട് കാണുന്ന 10-20 ആൾക്കാർ ആദ്യമായിട്ട് എറണാകുളം കാണും. പക്ഷെ അവർ മറക്കൂല. നല്ല രസമാണ് എല്ലാവരെയും കൂടി കൂട്ടിയിട്ട്. ഈ പാവങ്ങൾ എല്ലാവരും കൂടി ഒതുങ്ങിയിരിക്കുകയാണെന്ന് അവരെ ഒന്ന് പുറത്തിറക്ക്. ഇപ്പൊ ഞങ്ങളുടെ ആ ഭാഗത്തുള്ള ജില്ലകളിലൊക്കെ നടക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ അൽ ഹിന്ദിന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ ഉംറക്ക് കൊണ്ടുപോയി 54 വികലാംഗരെ മഹല്ലുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട്, കാരണം 54 ആൾക്കാർ ഒരു ഫ്ലൈറ്റ് കൊണ്ടുപോകാൻ കുറച്ച് പണിയാണ്, ബുക്ക് ചെയ്തിട്ട് 54 ആൾക്കാർ ഉംറക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടുത്തെ പോലീസുകാർ എല്ലാവരെയും മാറ്റിയിട്ട് അവർക്ക് അൽഹിന്ദിന്റെ പരസ്യം പറയല കേട്ടോ, ഷബീറിന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുനോക്കി. അതിലിങ്ങനെ പോലീസുകാർ ഒരു മാറ്റാണ്. കാരണം അവരാദ്യമായിട്ട് കാണാൻ 54 ആൾക്കാർ ഒന്നിച്ചിട്ട് വീൽ ചെയറിൽ നിന്നിട്ട് തവാഫ് ചെയ്യുന്നത്. എന്തുകൊണ്ട് നമുക്ക് നടപ്പിലാക്കിക്കൂടാ? ഞാൻ പറഞ്ഞത് വികലാംഗരെ പറ്റി കൊണ്ടുപോകണമെന്നല്ല. അപ്പൊ ഞങ്ങളുടെ നാട്ടില് ഒരു മഹല്ലിന്റെ വക്താക്കൾ നടപ്പിലാക്കിയ 162 വികലാംഗരെ കണ്ടെത്തിയിട്ട് കാരണം ഇവർ ഭക്ഷണം കൊണ്ടേ കൊടുക്കും, ഇത് കൊണ്ടേ കൊടുക്കും, അതുകൊണ്ടേ കൊടുക്കും. അതിൽ വികലാംഗർ ചോദിക്കുകയാണ്, ഒന്നിനും പറ്റാത്ത സ്വാധീനമില്ലാത്തവർ പറയാണ്, ഞങ്ങൾക്ക് ഭക്ഷണം എത്തിക്കാൻ ആൾക്കാരുണ്ട്, ഞങ്ങൾക്ക് വസ്ത്രം എത്തിക്കാൻ ആൾക്കാരുണ്ട്, പക്ഷെ ഞങ്ങൾ കല്യാണത്തെക്കുറിച്ച് ആരും ആലോചിക്കുന്നില്ല. ഞങ്ങൾക്കും വേണ്ടേ കല്യാണം. 162 ആളുകൾ അവർ സെലക്ട് ചെയ്തു. എന്നിട്ട് ആ 162 ആൾക്കാരെ അവർ ആണിനെയും പെണ്ണിനെയും സെലക്ട് ചെയ്ത് അതിനൊരു ഫംഗ്ഷൻ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെണ്ണ് കാണാൻ ചടങ്ങ് നടന്ന്, കാല് തളർന്നവർ, അതേമാതിരി തന്നെ പിന്നെ ചിലപ്പോൾ ശരീരം തളർന്നവർ പരസ്പരം ഇഷ്ടപ്പെട്ട് 162 ആളുകളുടെ കല്യാണം. അതിൽ ഓരോ കുബേരന്മാരായ ആൾക്കാർ
സ്വന്തം മക്കളുടെ കല്യാണ ദിവസം 20 ആൾക്കാരെ, ഞാൻ ആ കല്യാണ ദിവസം 10 ആൾക്കാരെ, എൻ്റെ മോളെ കല്യാണത്തിന് 30 ആൾക്കാരെ എന്നാണ് ഏറ്റെടുത്ത്. ഇതും മഹല്ലുകാർ ചെയ്യുന്ന പണിയാണ്. ഇതും മഹല്ലിൽ നടക്കുന്ന പരിപാടികളാണ്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ അള്ളാഹിൻ്റെ അടുത്ത് പോകുമ്പോൾ എന്തൊക്കെ സന്തോഷങ്ങളായിരിക്കും. ഞങ്ങൾ വികലാംഗരെ ഏറ്റെടുക്കാൻ, അതൊക്കെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്തോ. നിങ്ങളുടെ മഹല്ലിലുള്ള ഏകദേശം 400 വീടുണ്ടെങ്കിൽ അതിലൊരു 200 വയസ്സന്മാരെങ്കിലും ഉണ്ടാവില്ലേ? ആ 200 വയസ്സന്മാരെ ഒരു ബസ്സിൽ അഥവാ 4 ബസ്സാക്കിയിട്ട് ജസ്റ്റ് ഒരു ടൂർ കൊണ്ടുപോയി കൊണ്ടുവന്നാൽ എന്തൊരു രസമായിരിക്കും. അവരെ സജീവാക്ക്, ഒന്ന് പുറത്തിറക്ക്. അവരെ ചിലപ്പോൾ ഇതുവരെ ജുമാക്ക് പോവാൻ പറ്റാത്ത ആൾക്കാർ, തളർന്നിരിക്കുന്ന ആൾക്കാർ, ഇതൊക്കെ യുവാക്കളെ ഏൽപ്പിച്ചാൽ നടക്കും കേട്ടോ. ഞാനിത് പറഞ്ഞത് എല്ലാം കൂടി നിങ്ങൾക്ക് ഭാര്യ ഏൽപ്പിക്കല്ല. ഇങ്ങനെ ഓരോന്നാണ്ട് ചെയ്തു തുടങ്ങിയാൽ എല്ലാ മഹല്ലിൻ്റെ ആൾക്കാരെയും മഹല്ല് പറഞ്ഞ മാതിരി അവർ നിൽക്കും, ജമാഅത്ത് പറഞ്ഞ മാതിരി അവർ നിൽക്കും. കാരണം എല്ലാറ്റിലും നമ്മുടെ സിഗ്നേച്ചറുണ്ട്, എല്ലാറ്റിലും നമ്മുടെ ഒപ്പുണ്ട്. അതുകൊണ്ട് പ്രായം ചെന്ന അതിൽപ്പെട്ടതാണ് ഈ റിട്ടയർമെൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിലേക്ക് ചേർക്കുക. അവർ എരിച്ച് കയറി പ്രസിഡന്റ് ആവുന്ന പേടിച്ചിങ്ങാണ്ട് നിങ്ങൾ എന്താക്കിയത് അവിടെ വരുത്താതിരിക്കുക. പ്രസിഡന്റ് ആകുന്നവരൊക്കെ ഉണ്ടായിക്കോട്ടെ, നമ്മളൊരാൾ എന്താക്കണം ഉണ്ടായാൽ മതി. എപ്പോഴും ലീഡേഴ്സ് എന്താണെന്നറിയോ? നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ വിചാരിക്കരുത് മുമ്പിൽ നടക്കുന്ന ആൾക്കാരാണെന്ന്. അള്ളാഹു ലീഡേഴ്സിനെ പഠിപ്പിച്ചത് മുഴുവനും പിന്നിൽ നടക്കാനാണ്. എല്ലാ പ്രവാചകന്മാരും മാറ്റിടയന്മാരായിട്ടുണ്ട് എന്നതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമാണ് ശക്തനായ പ്രവാചകൻ, ശരീരം കൊണ്ട് ശക്തൻ പല കാര്യത്തിലും. ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം 30-ാമത്തെ വയസ്സിൽ ഒരു തള്ളു തള്ളിയതിൻ്റെ പേരിൽ ഖിബ്തിയായ ഒരു മനുഷ്യൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ഫിർഔന്റെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവിടുന്ന് മദിയനിലേക്ക് യാത്ര തിരിച്ചു. മദിയനിലേക്കുള്ള യാത്രയുടെ അവസാന ഘട്ടത്തിലാണ് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മക്കളെ കാണുന്നത്. അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 10 വർഷം കൂടെ നിർത്തുകയാണ്. ആടിനെ മേച്ചുകൊണ്ട് തൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം 10 വർഷം ആടിനെ മേച്ചിട്ടാണ് പിന്നീട് ഫിർഔന്റെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ പൊയ്ക്കോളൂ, ഫിർഔനോട് നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് ആ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച്, തുരിസിന പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് അള്ളാഹു ഉത്തരവാദിത്തം കൊടുക്കുന്നത്. അതുകൊണ്ട് നേതാക്കന്മാരെ, ഈ ഇരിക്കുന്ന ഇവിടെയുള്ള നേതാക്കന്മാരെ, ദയവ് ചെയ്തിട്ട് മുമ്പിൽ നടക്കുന്നവനല്ല നേതാവ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ആട്ടിടയൻ ഒരിക്കലും മുമ്പിൽ നടക്കാറില്ല. ആട്ടിൻ പറ്റങ്ങളെ വന്നോളൂ, ജസ്റ്റ് ഒബേ മീ, ജസ്റ്റ് ഫോളോ മീ, എന്നെ അനുസരിക്കൂ, എൻ്റെ കൂടെ വന്നോളൂ എന്ന് ലോകത്തിൽ ഒരു ആട്ടിടയനും പറയാറില്ല. ഒരാട്ടിൻ പറ്റത്തിനും ഒന്നും പറ്റാതെ അതിൻ്റെ തണ്ടിൽ ചില കവറുകളൊക്കെ തൂക്കി ഒരു ആട് നഷ്ടപ്പെടാതെ എല്ലാ ആടുകളെയും അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കുന്നത് വരെ വേദനാപൂർവം നടക്കുന്നവൻ്റെ പേരാണ് ഗുഡ് ഷെപ്പേർഡ്, നല്ല ആട്ടിടയൻ എന്ന്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മഹല്ലിലെ ഓരോ ആൾക്കാരെയും അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കുന്നത് വരെ പെയിൻഫുള്ളി അതിൻ്റെ പിന്നാലെ നടക്കുന്നതിൻ്റെ പേരാണ് ജമാഅത്തിന്റെ പ്രസിഡന്റ് എന്ന്. അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞിടത്തേക്ക് വാ എന്ന് പറഞ്ഞ് മുമ്പിൽ നടക്കുന്നവനല്ല. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അമീർ തു ഖാദിം ഹേ, ഖാദിമോൻ കാ ഖാദിം ഹേ. നേതാവേ, നിങ്ങൾ സേവകനാണ്, സേവകന്മാരുടെ സേവകൻ, സേവകന്മാരുടെ സേവകൻ. എന്ത് രസമായിരിക്കും എന്നറിയോ? അങ്ങനെ ഓരോ കുട്ടിക്കും പറയാനുണ്ടാവും. ഭാവിയിൽ അവൻ ഉയർന്നു പോയി, അവനൊരു പക്ഷേ കലക്ടറായി, നിങ്ങളുടെ മഹല്ലിൽ അവന് സ്വീകരണം കൊടുക്കുമ്പോൾ അവൻ ആ മൈക്കിലൂടെ കരഞ്ഞുകൊണ്ട് പറയും, ആദ്യമായിട്ട് സിവിൽ സർവീസിലേക്ക് എനിക്ക് പ്രചോദനം തന്നത് എൻ്റെ മഹല്ല് ജമാഅത്താണ്.